ഇന്ന് അഖില ലോക വനിതാ ദിനമാണല്ലോ. സ്ത്രീകൾ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, അതുപോലെ തന്നെ മതപരമായ മേഖലകളിലൊക്കെ നൽകുന്ന പങ്കാളിത്തം ഏറെ ശ്രദ്ധേയമാണ്. യേശുക്രിസ്തു അന്നത്തെ സാംസ്കാരിക, മതരാഷ്ട്രീയ മേഖലകളിൽ സ്ത്രീകൾക്കുണ്ടായിരുന്ന വിലക്കുകളെ അവഗണിച്ചുകൊണ്ട് അവരെ കൂടെ ചേർക്കുന്നതിനും എല്ലാ മത ശുശ്രൂഷകളിലും അവർക്ക് പങ്കാളിത്തം നൽകുന്നതിനും ഇടയായി തീർന്നത് നമുക്കെല്ലാവർക്കും അറിയാം. എന്തിനധികം ക്രൂശിൽ പ്രാണന് വേണ്ടി പിടഞ്ഞപ്പോഴും തന്നോട് ചേർന്ന് നിൽക്കുകയും മരിച്ച അടക്കപ്പെട്ട കല്ലറയിൽ അതിൻ്റെ ആചാരപ്രദമായ കർമ്മങ്ങൾ ചെയ്യുവാനായി അതിരാവിലെ സ്ത്രീകൾ ചെന്നെത്തുകയും തൻ്റെ ശുശ്രൂഷകളുടെ പരിണിത ഫലമായി സ്ഥാപിക്കപ്പെട്ട സഭയുടെ മുഖ്യധാര ശുശ്രൂഷകളിൽ ആദ്യകാലങ്ങളിൽ സ്ത്രീകളുടെ നേതൃപാഠവും അല്ലെങ്കിൽ അവരുടെ നേതൃത്വം നമുക്ക് വിസ്മരിക്കാനാവുകയില്ല. അതുകൊണ്ട് സ്ത്രീകളുടെ പങ്കാളിത്തമാണ് ഏത് സാമൂഹിക, മതരാഷ്ട്രീയ സംഘടനകളുടെയും വളർച്ചയ്ക്ക് ഏറെ ഉപോത്ബലകമായിട്ട് തീർന്നിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരള സംസ്ഥാനത്ത് സ്ത്രീകൾ നേരിടുന്ന പലവിധമായിട്ടുള്ള വെല്ലുവിളികൾ അത് ഒരു സാംസ്കാരിക സമ്പന്ന സമൂഹത്തിന് ഏറെ മാനഹാനി ഉണ്ടാക്കുന്ന നടപടിക്രമങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ കാഴ്ചപ്പാടുകളിലേറെ വ്യത്യാസമുണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു സ്ത്രീ മുഖ്യമന്ത്രി ഇതുവരെ കേരളം കണ്ടിട്ടില്ല. അതുകൊണ്ട് വരുന്ന ഇലക്ഷനിൽ അത് ഏത് പാർട്ടി ആയിരുന്നാലും തങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനം ഒരു സ്ത്രീക്ക് നൽകുമെന്ന് ആരുറപ്പ് നൽകുന്നോ അവർക്ക് ഞങ്ങൾ വോട്ട് നൽകുമെന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വോട്ടേഴ്സ് ആയിരിക്കുന്ന സ്ത്രീകളും പ്രത്യേകിച്ച് യുവതികളും ചേർന്ന് തീരുമാനമെടുത്താൽ ആ തീരുമാനത്തെ മറികടക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയുകയില്ല. അതുകൊണ്ട് ആ രീതിയിൽ കേരളം സ്ത്രീകളെ കുറച്ചുകൂടെ വിലമതിക്കുന്നതിനും അവരുടെ സ്വൈര ജീവിതത്തിന് ഏറെ ശാക്തീകരണം നൽകുന്നതിനും ഇടയായിട്ട് തീരുന്ന ഇടപെടലുകൾ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. പേപ്പറുകളിൽ അല്ലെങ്കിൽ വായികളിൽ മുഴങ്ങുന്ന പുരുഷ അംഗീകൃത സ്ത്രീ സ്വാതന്ത്ര്യമല്ല, പിന്നെയോ സ്ത്രീകൾ യഥാർത്ഥമായി അനുഭവിക്കുന്ന സ്ത്രീത്വത്തിൻ്റെ ആ വലിയ സ്വാതന്ത്ര്യവും അഭിമാനകരമായ നിലപാടുകളും ഉണ്ടാകേണ്ടതിന് നമുക്ക് ഒന്നിച്ച് പ്രയത്നിക്കാം. എല്ലാ സ്ത്രീകൾക്കും അഖില ലോക സ്ത്രീ ദിനത്തിൻ്റെ, മഹിളാ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.